ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്നുണ്ടാക്കുന്നത് വഴുതനങ്ങ വെച്ചിട്ട് ഒരു ആന്ധ്ര സ്റ്റൈൽ ഡിഷാണ്, ബേഗൺ സ്റ്റിർ ഫ്രൈ. നമ്മൾ മലയാളികൾ കൂടുതലായിട്ടും വഴുതനങ്ങ ഉപയോഗിക്കുന്നത് സാമ്പാറിനും അതുപോലെ മെഴുക്കുരട്ടിക്കും ഒക്കെയാണ്. ഇതൊക്കെ വ്യത്യാസമായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റുള്ള ഒരു ഡിഷാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ വഴുതനങ്ങ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു സവോള നീളത്തിൽ അരിഞ്ഞത്, ഒരു 4 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ഒരു 2 പച്ചമുളക് നീളത്തിൽ കീറിയതും, പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും. ഇനി കുറച്ച് വറുത്ത് തൊലി കളഞ്ഞെടുത്തിട്ടുള്ള നിലക്കടലയും അതുപോലെ വറുത്തെടുത്തിട്ടുള്ള കുറച്ച് വെളുത്ത എള്ളും കൂടെ വേണം. കടല ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കല്ലിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചിട്ടൊന്ന് എടുക്കുന്നുണ്ട്. അധികം പൊടിഞ്ഞു പോവാതെ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നപ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്തു. ഇനി ഒരു 2-3 വറ്റൽമുളകും കൂടെ ചേർക്കാം. വറ്റൽമുളക് നന്നായി മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് നന്നായി മൂത്ത് വന്നതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോള ചേർക്കാം. സവോള ചേർത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് വഴറ്റിയിട്ടെടുക്കണം. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി കിട്ടിയാൽ മതി. ഇപ്പോൾ സവോള പാകത്തിന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. വഴുതനങ്ങ ചേർത്തതിന് ശേഷം മസാല വഴുതനങ്ങയുടെ എല്ലാ ഭാഗത്തും എത്തണ പോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പം എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതും കൂടെ ചേർക്കാം. ജീരകത്തിൻ്റെ പൊടി ചേർത്തതിന് ശേഷം ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഇനി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴുതനങ്ങ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. പാൻ അടച്ചു വെക്കാതെ വേണം വേവിച്ചെടുക്കാൻ. അടച്ചു വെച്ച് വേവിക്കുമ്പോൾ വഴുതനങ്ങയിലെ വെള്ളം ഇറങ്ങിയിട്ട് വഴുതനങ്ങ കുഴഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കണോണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ വഴുതനങ്ങ ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള നിലക്കടലയും അതുപോലെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എള്ളും കൂടെ ചേർക്കണം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ആന്ധ്ര സ്റ്റൈൽ ബേഗൺ സ്റ്റിർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എപ്പോഴും ഒരേ രീതിയിലല്ലാതെ വ്യത്യാസമായിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വഴുതനങ്ങ കഴിക്കാൻ അധികം ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കും ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.